പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുരുഷന്മാരുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന ധാരണ നമ്മുടെ കുട്ടികൾ ചെറുപ്പം മുതലേ പഠിക്കുന്നു. നമ്മൾ ഓർക്കുന്നില്ലേ, പല ക്ലാസിക് സിനിമകളിലും പുസ്തകങ്ങളിലും എന്തിന് പാട്ടുകളുടെ വരികൾ പോലും അത്തരം കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇത് കേരളത്തിൽ മാത്രമല്ല 80% രാജ്യങ്ങളിലും ഇതേ കഥ തന്നെയാണ്. തുടങ്ങും മുമ്പ് പറയട്ടെ, ഇതൊരു റിസർച്ചിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആണ്, എൻ്റെ സ്വന്തം അഭിപ്രായമല്ല. ലൂസി ഹാഗും ടൈഗ ബ്രാഹമും നടത്തിയ ഒരു പഠനം പറയുന്നത് എന്താണെന്നോ, ലോകമെമ്പാടും നോക്കിയാൽ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ സാമ്പത്തിക അറിവിൽ ഏകദേശം 20% വ്യത്യാസമുണ്ടെന്നാണ്. ഇനി എന്താണ് സാമ്പത്തിക സാക്ഷരത എന്നത് നമുക്ക് നോക്കാം. ശരിക്കും നോക്കിയാൽ സാമ്പത്തിക സാക്ഷരത എന്നത് 4 കാര്യങ്ങളാണ്. പലിശ, ഇൻഫ്ലേഷൻ തുടങ്ങിയവയെക്കുറിച്ചുള്ള അടിസ്ഥാന അറിവ് 1. 2. ചെറിയ കണക്കൂട്ടലുകൾ ചെയ്യാനുള്ള കഴിവ്. ഓർക്കുന്നുണ്ടോ, ഈ 10% വില കൂടിയാൽ 100 രൂപയ്ക്ക് എത്ര രൂപ കൂടുതലാകും എന്ന സ്കൂളിലെ ചോദ്യം, അതൊരു എക്സാമ്പിളാണ്. എനിക്കിതൊക്കെ മനസ്സിലാകുന്ന ആത്മവിശ്വാസമാണ് 3. 4. മാസാമാസം ബജറ്റ് ഉണ്ടാക്കൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യൽ തുടങ്ങിയ പ്രാക്ടിക്കൽ കാര്യങ്ങൾ. ഇനി ഇതിന് ചരിത്രവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഉണ്ട്. നമ്മുടെ മുത്തശ്ശിമാരുടെ കാലത്ത് സ്ത്രീകൾക്ക് സ്വത്തവകാശം പോലും ഇല്ലായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടനിൽ ഒരു സ്ത്രീക്ക് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് പോലും തുറക്കാൻ അനുവാദമില്ലായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ പോലും വെറും 60 വർഷം മുമ്പ് വരെ, അച്ഛൻ്റെയും അമ്മയുടെയും ചെറുപ്പകാലം എന്ന് വേണമെങ്കിൽ പറയാം, സ്ത്രീകൾക്ക് സ്വത്തവകാശം പൂർണ്ണമായി ലഭിച്ചിരുന്നില്ല. ജർമ്മനിയിൽ നടത്തിയ ഒരു രസകരമായ പഠനത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടായിരുന്ന കിഴക്കൻ ഭാഗത്തെ സ്ത്രീകൾക്ക് പടിഞ്ഞാറൻ ഭാഗത്തെ സ്ത്രീകളെക്കാൾ സാമ്പത്തിക സാക്ഷരത കുറവാണെന്ന് കണ്ടു. കാരണം അവിടെ സ്ത്രീകൾ ജോലി ചെയ്തിരുന്നെങ്കിലും സാമ്പത്തിക കാര്യങ്ങൾ സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ അവർക്ക് പ്രോത്സാഹനം ലഭിച്ചിരുന്നില്ല. ഏതെല്ലാം രാജ്യങ്ങളിലാണ് ഈ വ്യത്യാസം കൂടുതലുള്ളതെന്ന് നോക്കാം. രസകരമായ ഒരു കാര്യം എന്താണെന്നാൽ അമേരിക്ക, ജർമ്മനി പോലുള്ള വികസിത രാജ്യങ്ങളിലാണ് സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള സാമ്പത്തിക സാക്ഷരതയുടെ വ്യത്യാസം കൂടുതൽ. തായ്ലൻഡ് പോലുള്ള ചില രാജ്യങ്ങളിൽ വ്യത്യാസം വളരെ കുറവാണ്. കാരണം തായ്ലൻഡിൽ 90% പെൺകുട്ടികളും സെക്കൻഡറി സ്കൂൾ പൂർത്തിയാക്കുന്നുണ്ട്. ഇനി വേറൊരു കാര്യം പറയാം, എനിക്കറിയില്ല സിൻഡ്രോം എന്ന് പറയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, സാമ്പത്തികപരമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് പറയാൻ സ്ത്രീകൾക്ക് എളുപ്പമാണ് എന്നാണ് പഠനം പറയുന്നത്. പുരുഷന്മാരെക്കാൾ 35% കൂടുതൽ തവണ സ്ത്രീകൾ എനിക്കറിയില്ല എന്ന് പറയുന്നു. കാരണം തെറ്റ് പറയാനുള്ള ഭയമാണ്. പുരുഷന്മാർ തെറ്റായ ഉത്തരവാണെങ്കിൽ പോലും പറയാൻ തയ്യാറാണ്. സ്ത്രീകൾ ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധാലുക്കളാണ്. ഇനി മാറ്റം എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസം മാറണം. സ്കൂളുകളിൽ കുട്ടികൾക്ക് പണത്തെക്കുറിച്ച് പഠിപ്പിക്കണം. എങ്ങനെ ബജറ്റ് ചെയ്യാം, ചെലവ് കുറയ്ക്കാം, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം എന്നൊക്കെ. ജർമ്മനിയിൽ ഒരിക്കൽ 6 മാസത്തെ ക്ലാസ്സുകൾ കൊണ്ട് തന്നെ പെൺകുട്ടികളുടെ സാമ്പത്തിക സാക്ഷരത 15% വർദ്ധിക്കുന്നതായി അവർ കണ്ടെത്തി. സ്ത്രീകളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നാണ് രണ്ടാമത്തെ കാര്യം. സാമ്പത്തിക വിഷയങ്ങളിൽ വിദഗ്ധരായ സ്ത്രീകളെ ചെറുപ്പക്കാർക്ക് പരിചയപ്പെടുത്തുക, അവരെ മാർഗദർശികളാക്കുക. ഞാൻ ഫൈനാൻഷ്യൽ മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചിരുന്ന കാലത്ത് രചന റാനഡ എന്ന സ്ത്രീയുടെ വീഡിയോ തുടക്ക കാലഘട്ടമായിരുന്നു. എങ്കിലും ഈ മേഖലയിൽ അതിനുശേഷം വേറെ സ്ത്രീകളാരും മുന്നോട്ട് വരുന്നതായി കണ്ടിട്ടില്ല. 3ാമത്തെ കാര്യം, മാധ്യമങ്ങളിൽ റെപ്രസെൻറ്റേഷൻ കൂട്ടണം. നമ്മുടെ TV ഷോകളിലും പത്രങ്ങളിലും സാമ്പത്തിക വിദഗ്ധരായി സ്ത്രീകളെ കൂടുതൽ അവതരിപ്പിക്കണം. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാം, കൂടുതലുള്ളതും പുരുഷന്മാരാണ്. ഇനി കേരളത്തിലെ 3V's പോലുള്ള സ്ത്രീകളുടെ നിക്ഷേപ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അവസാനമായി പറയാനുള്ളത്, ഇത്രയും അറിഞ്ഞ ശേഷം ഒരു ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കണം. നിങ്ങളുടെ വീട്ടിൽ സാമ്പത്തികമായി തീരുമാനങ്ങൾ എടുക്കുന്ന ആരാണ്? എന്തുകൊണ്ടാണത്? സാമ്പത്തിക അറിവിലെ ലിംഗവ്യത്യാസം നമ്മൾ ഉണ്ടാക്കിയതാണ്, പ്രകൃതി നൽകിയതല്ല. നമ്മൾ തീരുമാനിച്ചാൽ ഇതൊക്കെ മാറ്റാൻ കഴിയും. നിങ്ങളുടെ മകളോട് ഇന്നു മുതൽ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.